ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ടീച്ചറമ്മയുടെ അടുത്ത ആഴ്ച നമുക്ക് അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വിവാഹ നിശ്ചയമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാർവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ വല്യമാമ ഒക്കെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്കും സരസ്വതിക്കും ലക്ഷ്മിക്കും എൻ്റെ അടുത്ത് തന്നെ കിടക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. സരസ്വതിയും ലക്ഷ്മിയും ഒന്നര ഇടവിട്ട ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ നിനക്ക് വാശിയായിരുന്നു എൻ്റെ അടുത്ത് കിടക്കണമെന്ന്. അതുകൊണ്ട് നിന്റെ വാശിക്ക് വേണ്ടിയിട്ട് അവർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാറി മാറിയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ ഇടദോഷത്ത് കെട്ടിപ്പിടിച്ച് നിനക്ക് കിടക്കണമായിരുന്നു. പക്ഷെ നീ അതൊക്കെ മറന്നു, പെട്ടെന്ന് തന്നെ മറന്നു പാർവതി. പക്ഷെ ഞാനതൊന്നും മറന്നിട്ടില്ല. ഞാൻ ആ പഴയ ഓർമ്മകളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടോ. പാർവതിയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാംജീനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം താൻ തൻ്റെ മകളുടെ ഈ ഒരു ബന്ധത്തിനോട് അനുകൂലിക്കണ എന്ന് പാർവതി പറയാണ്. അപ്പോൾ രാംജിയും പറയണ്ടേ, എനിക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നത്. ആ പയ്യന്റെ വീട്ടുകാരെ കുറിച്ച് ഞാൻ പൊതുവെ ഒന്ന് അന്വേഷിച്ചായിരുന്നു. നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. പിന്നെ ഇപ്പത്തെ കാലത്ത് ജാതി മതമൊന്നും പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മകൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. നമുക്ക് ഇതെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? എനിക്കും അങ്ങനെ തന്നെയാ തോന്നണ രാംജി. അവളുടെ നല്ല ബാല്യങ്ങൾ നമ്മൾ കവർന്നെടുത്തു. അതുകൊണ്ട് ഇനിയെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതമെങ്കിലും കിട്ടട്ടെ. ആ പയ്യൻ നല്ല പയ്യനാണെന്നാ എല്ലാവരും പറയണത്. ഇന്ന് വലിയേട്ടൻ വന്നിരുന്നു. വലിയേട്ടനും അത് തന്നെയാ പറഞ്ഞത്. എന്നാ ശരിയടോ, നമുക്കെന്നാ ആ ബന്ധം തന്നെ ആലോചിക്കാം എന്ന് രാംജിയും പറയണം. എങ്കിൽ ഞാൻ ഇപ്പോ അവളെ വിളിച്ച് പറയട്ടെ ഈ കാര്യം? വേണ്ട, നമ്മുടെ മോളുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ഒരു സന്തോഷവും കൊടുത്തിട്ടില്ല. ഇതെങ്കിലും നമുക്ക് സന്തോഷത്തോടെ അവളുടെ അടുത്ത് പോയി പറയണം എന്ന് നമ്മുടെ രാംജിയും പാർവതിയും വിചാരിക്കുകയാണ്. അങ്ങനെ നേരെ മാധവത്തിലേക്ക് വരുവാണ്. അവിടെ നമ്മുടെ സരസ്വതി ഉണ്ട്, അതുപോലെ തന്നെ വല്യമാമയുണ്ട്, റെജിയുണ്ട്, കനിയുണ്ട്, വീണയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ സരസ്വതി പറയണ്ട, രണ്ടുപേരും ഒരുമിച്ച് വരുന്നുണ്ടല്ലോ, വിവാഹത്തിന് സമ്മതിക്കില്ല, വിവാഹം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, സ്വത്തുക്കളൊന്നും കനിക്ക് കൊടുക്കില്ല, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ടുപേരും വരുന്നത്. ആ സമയത്ത് വല്യമാമ പറയണ്ട, വരട്ടെ, എന്താച്ചാ പറഞ്ഞിട്ട് പോട്ടെ, പറ്റുമെങ്കിൽ മോളെ അനുഗ്രഹിച്ചിട്ട് പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നിങ്ങനെ പറയണം. അങ്ങനെ അവര് വരികയാണ്. വരുന്നതിന് ശേഷം സരസ്വതി എടുത്തും വല്യമാമ എടുത്തും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കനിയുടെ വിവാഹത്തിന് താല്പര്യമാണ്, കനിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അത് കേട്ട് സരസ്വതി ഞെട്ടിപ്പോവാട്ടോ. ആ സമയത്ത് ലക്ഷ്മി വരുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പൊ പറയണ്ടേ, ഇത് ലക്ഷ്മി ചോദിക്കണ്ടേ, ഇത് എന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം? ഒന്നുമില്ല, നിങ്ങളൊക്കെ പറഞ്ഞ പോലെ അവളുടെ ജീവിതത്തിന് വേണ്ടി ഞാനോ രാംജിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെങ്കിലും അവളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഒരു ആഗ്രഹമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മകളല്ലേ, കൈ പിടിച്ചു കൊടുക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. സരസ്വതി പറയണ്ട്, അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, നിങ്ങളുടെ മകളാണ്, നിങ്ങൾ തന്നെ വേണം ജോണിന്റെ കയ്യിലേക്ക് നമ്മുടെ കനിയുടെ കൈ പിടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ രാംജി ചോദിക്കണ്ടല്ല, വിവാഹം പള്ളിയിൽ വെച്ചിട്ടാണോ അമ്പലത്തിൽ വെച്ച് നടത്താനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് കേട്ട് വല്യമ്മ പറയണ്ട്, അമ്പലത്തിൽ വെച്ച് നടത്തുന്നില്ല, പള്ളിയിൽ വെച്ച് നടത്തുന്നില്ല, നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ചെറിയൊരു പന്തലിട്ടിട്ടാണ് നടത്തുന്നത്. പിന്നെ ഇവരുടെ മാത്രമല്ല, എന്റെ മകൻ റെജിയുടെയും പിന്നെ സുജിയുടെയും വിവാഹം നടത്തുന്നുണ്ട്. അതേ മുഹൂർത്തത്തിൽ തന്നെ, അതേ സമയത്തിനാ. കൊള്ളാലോ, അപ്പൊ രണ്ടും ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അതെ, അങ്ങനെ മതി. നമ്മുടെ മുറ്റത്തൊരു പന്തലിട്ട് നടത്തണേന്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും വേറെ എവിടെ പോയാലും ഉണ്ടാവില്ലല്ലോ. ഇവിടെ വിളിച്ചു വരുത്തി നല്ലൊരു മുഹൂർത്തമൊക്കെ നോക്കി ഇവിടെ തന്നെ നടത്താം. എല്ലാവർക്കും അതാണ് താല്പര്യം. പിന്നെ മറ്റു ബന്ധുക്കളുടെ പറച്ചിലും കേൾക്കണ്ടല്ലോ. ചില ആൾക്കാർ പറയും പള്ളി വെച്ച് നടത്താന്ന്, ചില ആൾക്കാർ പറയും അമ്പലത്തിൽ വെച്ച് നടത്താന്ന്. ഇതാകുമ്പോഴേക്കും ആരും കുറ്റവും കുറവും പറയില്ലല്ലോ എന്ന് ലക്ഷ്മി പറയാണ്. അത് ഏതായാലും നന്നായി എന്ന് വലിയ മാമയും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മാധവത്തിൽ തന്നെ ഒരു പന്തലൊക്കെ ഇടാല്ലേ? അതെ എന്ന് പറയാണ്. അങ്ങനെ വിളിക്കേണ്ടവരെ ഒരു ലിസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സരസ്വതി അതുപോലെ തന്നെ നമ്മുടെ കനിയുടെ അച്ഛനമ്മ അപ്പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് നമ്മുടെ സരസ്വതി പറയേണ്ടത്, എന്തായാലും റെജിയുടെയും സുജിയുടെയും വിവാഹ നിശ്ചയം നമുക്ക് നടത്തി വെക്കാം എന്ന് പറയണം. അങ്ങനെ ആദ്യം മറ്റേ കനിയുടെയും അതുപോലെ തന്നെ ജോണിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് വിവാഹത്തിലേക്ക് കടക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ സുജിയുടെയും അതുപോലെ തന്നെ നമ്മുടെ റെജിയുടെയും വിവാഹ നിശ്ചയം മാത്രമേ നടത്തുന്നുള്ളൂ കേട്ടോ. അപ്പൊ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് നമ്മുടെ വല്യമാമ പറയുന്നുണ്ട്, അതെ നമുക്ക് ഈ വരുന്ന വിഷുവിന്റെ ദിവസം തന്നെ എടുത്താലോ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട്? സുജിയുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ചെറിയൊരു വിവാഹ നിശ്ചയം, അത് കൊള്ളാം. മോതിരമാറ്റം ചടങ്ങ് നടത്താം, അതാണ് നല്ലത് എന്ന് പറയണം. അല്ല, കുമാരനെ വിളിക്കുന്നുണ്ടോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ, പിന്നെ വിളിക്കണ്ടേ, ആകെ ഉള്ള ഒരേ ഒരു അമ്മാവനല്ലേ, പുള്ളിക്കാരനെ വിളിക്കാം, വിട്ടുകളയണ്ട എന്നൊക്കെ പറയണം. അങ്ങനെ സുജിയുടെ റെജിയുടെ വിവാഹ നിശ്ചയമാണ് നമ്മൾ അടുത്ത ആഴ്ച ആദ്യം കാണാൻ പോകുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ കനിയുടെ അച്ഛനും അമ്മയും കൂടി സമ്മതിക്കുകയാണ് നമ്മുടെ കനിയുടെയും ജോണിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് നമ്മുടെ കല്യാണി വന്നിട്ട് കനീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രഹസ്യമായിട്ട് പറയുന്നുണ്ട്, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കനീനെ ഒന്ന് കാണണം, നമ്മുടെ പാർക്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയാണ്. കനി അവിടേക്ക് പോകുന്നുണ്ട്.
ആ സമയത്ത് കല്യാണി കുറച്ച് കാര്യങ്ങൾ കനിയുടെ അടുത്ത് പറയാണ്. കല്ലു പറയുന്നുണ്ട്, കനിക്കുഞ്ഞെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, വിഷമിക്കരുത്, ഫീൽ ആവരുത്. എന്താടി, നീ എന്താണെങ്കിലും പറഞ്ഞോ. അതെ, വീണ കുഞ്ഞൊക്കെ ഇപ്പോഴും ജോണേട്ടനോട് ഒരു ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉണ്ടടി, പക്ഷെ വീണയുടെ സ്വഭാവം നിനക്കറിയില്ലേ? ഒന്നില്ലെങ്കിൽ അവൾ ഉറച്ചു നിൽക്കണം, ഒന്നില്ലെങ്കിൽ സന്തോഷേട്ടന്റെ കൂടെ, അല്ലെങ്കിൽ ജോണേട്ടന്റെ കൂടെ. ഇത് രണ്ടുപേരുടെ കൂടെ ഉറച്ചു നിൽക്കൂല. രണ്ടുപേരുടെയും ജീവിതം രണ്ട് വഴിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതെങ്ങനെ ശരിയാവും? ഇത്രയും വർഷം ജോണേട്ടൻ വീണക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവള് സന്തോഷിന്റെ ആയപ്പോഴും വേറെ വിവാഹം ഒന്നും കഴിച്ചില്ല. എന്നിട്ട് സന്തോഷിന് ഇപ്പൊ ഡിവോഴ്സ് മേടിക്കാൻ സമയമായപ്പോ അവൾ ആ കോടതിയിൽ പോലും പോയില്ല. എല്ലാം അറിയാം. പക്ഷെ വീണക്കുഞ്ഞിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിലേ എനിക്ക് തോന്നണം ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഈ വിവാഹത്തിന് ഉണ്ടാവുമല്ലോ കനിക്കുഞ്ഞ് എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, നമുക്ക് നോക്കാം. എന്തായാലും അവളുടെ തീരുമാനത്തിൽ ഇനി ഒരു പ്രശസ്തിയില്ല. എന്റെയും ജോണിന്റെ വിവാഹം ഉറപ്പിച്ചല്ലോ, അച്ഛനും അമ്മയും വന്നു, അവർക്കും പൂർണ്ണ സമ്മതം. ഇനി വിവാഹം നടക്കട്ടെ എന്ന് പറയണം. അപ്പൊ അങ്ങനെ വിവാഹത്തിന്റെ ദിവസങ്ങൾ അടുക്കുവാട്ടോ. വീണയാണെന്നുണ്ടെങ്കിൽ പഴയ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോണ് വീണനെ കയ്യിൽ എടുത്തു വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ജോണും അതേസമയം വീണയായിട്ടുള്ള ഫോട്ടോസ്, പഴയ ഫോട്ടോസ് ഒക്കെ നോക്കുകയാണ്. അവര് തമ്മിൽ മുമ്പ് ടൂറ് പോയ സമയത്ത്, അതായത് ട്രാവലൊക്കെ പോയില്ലേ എവിടെയൊക്കെയോ ദൂര സ്ഥലത്തൊക്കെ. അപ്പൊ അത് ആ സമയത്തൊക്കെ കുഞ്ഞുനാളിൽ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു, പാർക്കിൽ വെച്ചിട്ടും ബീച്ച് വെച്ചിട്ടും. ആ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോൺ മനസ്സിൽ വിചാരിക്കേണ്ടത്, വീണ അവൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും താൻ വീണക്ക് വേണ്ടി കാത്തിരുന്നാനെ. പക്ഷെ അവൾക്കൊരു സ്റ്റാൻഡ് ഇല്ല. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഈ ഫോട്ടോസ് എനിക്ക് ആവശ്യമില്ല. കനിക്ക് ഞാൻ വാക്ക് കൊടുത്തു, ഇനി ആ വാക്ക് തിരിച്ച ഒരു പെണ്ണിന്റെ എന്തൊക്കെ പറഞ്ഞ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. അങ്ങനെ ഒരു പെണ്ണിന്റെ ശാപം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ നശിപ്പിച്ച് കളയാണ് നമ്മുടെ ജോൺ. പക്ഷെ നമ്മുടെ വീണയാണെങ്കിൽ ആ ഫോട്ടോസൊക്കെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. വീണക്ക് പിന്നെ ജോണിനെ വേണമെന്ന് ഒരു ആഗ്രഹം കേട്ടോ. അതുകൊണ്ട് തന്നെ വീണ ഉറച്ചു തീരുമാനിക്കുകയാണ്, വിവാഹത്തിന് തലേന്ന് ജോണിനെ കെട്ടിപ്പിടിച്ചു ഒരു പ്രാവശ്യം ആ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയണം. അതിനു വേണ്ടി തന്നെ വീണ കല്യാണത്തിന് ഒരു ദിവസം മുമ്പേ നമ്മുടെ ചെക്കൻ്റെ വീട്ടിലൊക്കെ പോണ പതിവൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വീണ ജോണിനെയും അതുപോലെ തന്നെ നമ്മുടെ മേരിനെയും കാണാൻ വേണ്ടി പോകുവാണ്. പക്ഷെ ആ സമയത്ത് വീണ ഒരു പണി ഒപ്പിക്കാണ്. എല്ലാവരുടെ മുമ്പിൽ ജോണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കാട്ടോ. എന്നിട്ട് തനിക്ക് ഇഷ്ടമാണെന്നും ജോണിനെ വല്ലാത്ത ഇഷ്ടമാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റുള്ളവർ ആരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവരുടെ കനിയുടെയും ജോണിന്റെ വിവാഹം ഉറപ്പിച്ചു. ഇനി വീണ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത് കനീനെ വിഷമിപ്പിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെക്കാൻ വേണ്ടി തന്നെ നമ്മുടെ വീണയെടുത്ത് ജോണും അതുപോലെ തന്നെ മേരി ടീച്ചറും പറയുന്നുണ്ട്, വേണ്ട വീണെ, ഇത്രയും നാൾ നിന്റെ സമ്മതത്തിന് വേണ്ടി ഇവൻ കാത്തിരുന്നു. നീ വേണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കനിക്ക് വാക്ക് കൊടുത്തത്. ഇനി ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ലെന്ന് വീണയുടെ മുഖത്ത് നോക്കി നമ്മുടെ മേരി ടീച്ചർ പറയാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.